സ്വർണത്തിന് വേണ്ടി ഭക്തരുടെ വികാരമായ ശബരിമലയെയും സാക്ഷാൽ അയ്യപ്പ സ്വാമിയെയും ഒറ്റിക്കൊടുത്ത ഒരു ഭരണകൂടമാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാണ്. വിശ്വാസികളെ വേട്ടയാടാനും ഭക്തരുടെ കാണിക്കപ്പണം കട്ടുതീർക്കാനും LDFും UDFും കൈകോക്കുന്ന ഭയാനകമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഈ രണ്ട് മുന്നണികളും തമ്മിലുള്ള വ്യത്യാസം? LDF, UDF രണ്ടിന്റെയും പേരിന്റെ അവസാനമുള്ള ആ എഫ് എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് ഫ്രണ്ട്സ് എന്നാണ്. അതെ, രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ അഴിമതി നടത്താൻ ഇവർ സുഹൃത്തുക്കളാണ്, വർഗീയതയെ താലോലിക്കാൻ ഇവർ സുഹൃത്തുക്കളാണ്, കേരളത്തെ നശിപ്പിക്കാൻ ഇവർ ചങ്ങാതിമാരാണ്. പുറമേ ഇവർ കടിയും പിടിയും കൂടുമെങ്കിലും അകമേ ഇവർ ഒന്നാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പറവൂരിൽ NDA സ്ഥാനാർത്ഥി വത്സല പ്രസന്നകുമാരിയുടെ പ്രചാരണ വേളയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉയർത്തിയ ആഞ്ഞടിക്കലുകളെ കുറിച്ചാണ്. പിണറായി വിജയന്റെ ധാർഷ്ട്യവും VD സതീശന്റെ ഇരട്ടത്താപ്പും എങ്ങനെ കേരളത്തെ ഒരു അപകടകരമായ ഗർത്തത്തിലേക്ക് തള്ളിവിടുന്നു, നരേന്ദ്രമോദി എന്ന കരുത്തുറ്റ നേതാവ് എങ്ങനെയാണ് കേരളത്തെ ഈ ചതുപ്പിൽ നിന്നും രക്ഷിക്കാൻ പോകുന്നത്? ഈ വീഡിയോയുടെ ഓരോ സെക്കൻഡും നിർണായകമാണ്. കേരളത്തിന്റെ ഭാവി ആഗ്രഹിക്കുന്നവർ ഇത് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ശബരിമല ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തരുടെ ഹൃദയമിടിപ്പാണ് ആ പുണ്യഭൂമി. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ശബരിമലയോട് കാണിക്കുന്നത് എന്തുതരം സമീപനമാണ്? ഭക്തരെ തല്ലിച്ചതച്ചും ആചാരങ്ങൾ ലംഘിക്കാനായി പോലീസിനെ അയച്ചും ഭക്തർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും നൽകാതെ അവരെ പീഡിപ്പിച്ചും ഒടുവിൽ ഇപ്പോൾ ഇത് സ്വർണ്ണക്കൊള്ളയോടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും പുറത്തു വന്നു. രാജ്നാഥ് സിംഗ് പറവൂരിൽ വെച്ച് പ്രഖ്യാപിച്ചത് കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല, അതൊരു കനത്ത താക്കീതാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് CBI അന്വേഷണം വരുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ള ബന്ധം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇപ്പോൾ ആ സ്വർണ്ണക്കൊള്ളയുടെ നിഴൽ ശബരിമലയിലേക്കും നീളുന്നു. 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിയ യൂദാസിനെ പോലെയാണ് പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ഭക്തജനങ്ങളോട് പെരുമാറുന്നത്. മുൻപ് പൊന്മാൻ എന്നൊരു സിനിമയുണ്ടായിരുന്നു. സ്വർണത്തോടുള്ള അമിതമായ ആർത്തി കാണിക്കുന്ന കഥാപാത്രമായിരുന്നു അതിൽ. ഇന്ന് കേരളം ഭരിക്കുന്നവർ യഥാർത്ഥ പൊന്മാന്മാരായി. അയ്യപ്പസ്വാമിക്ക് ഭക്തർ സമർപ്പിച്ച സ്വർണം പോലും മോഷ്ടിക്കാൻ മടിക്കാത്ത അഴിമതിക്കാരാണിവർ. ഇതിനെതിരെ പ്രതികരിക്കേണ്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ എവിടെയാണ്? സ്വർണം മോഷ്ടിച്ചവർക്കൊപ്പം ചിരിച്ചു നിൽക്കുന്ന കോൺഗ്രസ് നേതാവിന്റെ ചിത്രം നമ്മൾ കണ്ടതാണ്. അഴിമതിയിൽ പങ്കുപറ്റുന്നത് കൊണ്ട് കോൺഗ്രസിന് മിണ്ടാൻ കഴിയില്ലല്ലോ. ഇവിടെയുള്ള പല കേസുകളിലും ഇവർ സഭയിലൊന്നും നമ്മുടെ പ്രതിപക്ഷം പ്രതികരിച്ചിട്ടില്ല, നട്ടലില്ലാത്തവരായിട്ടാണ് കണ്ടത്. എന്നാൽ ഭാരതത്തിന്റെ കാവൽക്കാരനായ നരേന്ദ്രമോദിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഓരോ തരി സ്വർണത്തിന്റെയും കണക്ക് മോദി സർക്കാർ ചോദിക്കും. കേരളം ഇന്ന് കടക്കെണിയിലാണ്. ശമ്പളം കൊടുക്കാൻ പണമില്ല, പെൻഷൻ കൊടുക്കാൻ പണമില്ല. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രകൾക്കും ഹെലികോപ്റ്റർ യാത്രകൾക്കും ധൂർത്തിനും പണത്തിന് യാതൊരു കുറവുമില്ല. പിണറായി വിജയന്റെ ഭരണം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പര്യായമായി മാറിയിരിക്കുന്നു. K-ഫോൺ മുതൽ ലൈഫ് മിഷൻ വരെ എല്ലാ പദ്ധതികളിലും കമ്മീഷൻ അടിക്കുന്ന വിധിയാണ് ഇവർ പഠിച്ചിരിക്കുന്നത്. ഇവിടെയാണ് VD സതീശന്റെ റോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സതീശൻ നിയമസഭയിൽ നടത്തുന്ന പ്രസംഗങ്ങൾ വെറും വെടിക്കെട്ടുകൾ മാത്രമാണ്. എന്നാൽ ഒരു കേസ് പോലും UDF കൃത്യമായി പിന്തുടരുന്നില്ല. എന്തുകൊണ്ട്? കാരണം കേരളത്തിലെ അഴിമതി പങ്കിട്ടെടുക്കുന്ന സിസ്റ്റത്തിൽ ഇവർ രണ്ടുപേരും പങ്കാളികളാണ്. നമ്മുടെ മുമ്പിൽ ഈ കടിപിടി കൂടുമെങ്കിലും ഡൽഹിയിൽ ഇവർ ഒന്നാണ്. അറിയാലോ, പിണറായിയുടെ കുടുംബത്തിനെതിരെ ആരോപണം വരുമ്പോൾ സതീശന് മൗനമാണ്. സതീശന്റെ വീടിന്റെ വലിപ്പത്തെക്കുറിച്ചും സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ആക്ഷേപം വരുമ്പോൾ പിണറായിയും കണ്ണടയ്ക്കുന്നു. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ്. സഹകരണ ബാങ്ക് തട്ടിപ്പുകൾ നോക്കൂ. കരുവന്നൂരിൽ സാധാരണക്കാരൻ നിക്ഷേപിച്ച പണം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കട്ടുമുടിച്ചു. പണമില്ലാതെ ചികിത്സ കിട്ടാതെയും മക്കളുടെ കല്യാണം നടത്താനാവാത്തതെയും എത്ര പേരാണ് ആത്മഹത്യ ചെയ്തത്? ഈ സമയത്ത് കോൺഗ്രസ് എവിടെയായിരുന്നു? വലിയ സമരങ്ങൾ കണ്ടോ? ഇല്ല. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളിലും സമാനമായ കൊള്ള നടക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിന് വരുമ്പോൾ പിണറായിയും സതീശനും ഒരേ സ്വരത്തിൽ അതിനെ എതിർക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെയാണ് രാജ്നാഥ് സിംഗ് അഴിമതിയിലെ സുഹൃത്തുക്കളെന്ന് വിളിച്ചത്. മാസപ്പടിയിലും 2 കൂട്ടർക്കും പങ്കുണ്ട്, ശബരിമല കൊള്ളയിലും 2 കൂട്ടർക്കും പങ്കുണ്ട്. ഇതൊക്കെ തെളിഞ്ഞു. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി എന്താണ്? അത് വർഗീയ ധ്രുവീകരണവും തീവ്രവാദ സംഘടനകളുടെ കടന്നുകയറ്റവുമാണ്. വോട്ട് ബാങ്കിന് വേണ്ടി SDPIയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വാതിൽക്കൽ ഭിക്ഷാപാത്രമായി നിൽക്കുന്ന LDFനെയും UDFനെയുമാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മുനമ്പത്തെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും വേദനയും നമ്മൾ കണ്ടു. വഖഫ് ബോർഡിന്റെ അന്യായമായ അവകാശവാദങ്ങൾ കാരണം നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിയിറക്ക ഭീഷണിയിലാണ്. തലമുറകളായി അവർ അധ്വാനിച്ചുണ്ടാക്കിയ മണ്ണിൽ അവർക്ക് അവകാശമില്ലാത്ത അവസ്ഥയാണ് അവിടെയുള്ളത്.
അവിടെ പോയി ആ പാവങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വി.ഡി. സതീശനോ പിണറായി വിജയനോ തയ്യാറായോ? അവർക്ക് പേടിയാണ് വോട്ട് ബാങ്ക് ഇളകി പോകുമോ എന്ന ഭയം. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി അവിടെ കൃത്യമായി നിലപാടെടുത്തു. മുനമ്പത്തെ സാധുക്കൾക്കൊപ്പം BJP നിലനിൽക്കും. കേന്ദ്ര സർക്കാർ വഖഫ് നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരുന്നത് ഇത്തരം അനീതികൾ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. കേരളത്തിലെ ഈ രണ്ട് മുന്നണികളും ഈ ഭേദഗതിയെ പാർലമെന്റിൽ എതിർക്കുന്നത് എന്തിനാണ്? തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ്. കേരളത്തെ സിറിയയാക്കാൻ വിട്ടുകൊടുക്കില്ലെന്ന് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിൽ പിടിമുറുക്കുമ്പോൾ അതിനെതിരെ വിരലനക്കാൻ പിണറായിക്കോ സതീശനോ ധൈര്യമില്ല. രാജ്നാഥ് സിംഗ് ചോദിക്കുന്നത് ഓരോ മലയാളിയും ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ ഭീകര സംഘടനകളിൽ നിന്ന് കേരളത്തെ ആര് രക്ഷിക്കും? അതിന് കെൽപ്പുള്ളത് നരേന്ദ്രമോദിയുടെ BJPക്ക് മാത്രമാണ്. നമുക്കൊന്ന് കണ്ണു തുറന്ന ലോകത്തെ നോക്കാം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. സാമ്പത്തിക രംഗത്ത് നമ്മൾ കുതിക്കുന്നു, അതിലൊന്നും യാതൊരു തർക്കവും നിങ്ങൾക്ക് പറയാനില്ലല്ലോ. ആഗോളതലത്തിൽ ഇന്ത്യ ഇന്ന് 5ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. കശ്മീരിലെ 370ാം വകുപ്പ് റദ്ദാക്കി അവിടെ സമാധാനം കൊണ്ടുവന്നു. രാമക്ഷേത്രം എന്ന കോടിക്കണക്കിന് ഭാരതീയരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഇന്ന് സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നു. ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളെല്ലാം ഇന്ന് ഇന്ത്യയെ ഭയത്തോടെയും ബഹുമാനത്തോടെയുമാണ് കാണുന്നത്. ഈ വികസനത്തിന്റെ വേഗത കേരളത്തിലും എത്തേണ്ടതില്ലേ? എന്നാൽ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് ഈ മുരടിപ്പ്? കാരണം ഇവിടെ ഭരിക്കുന്നത് വികസന വിരുദ്ധരായ കമ്മ്യൂണിസ്റ്റുകളും അവർക്ക് കുടപിടിക്കുന്ന കോൺഗ്രസുമാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ തടഞ്ഞു വെച്ചും പേര് മാറ്റിയും ഇവർ ജനങ്ങളെ വഞ്ചിക്കുന്നു. ദേശീയപാത 66ന്റെ വികസനം നോക്കൂ. പതിറ്റാണ്ടുകളായി മുടങ്ങിക്കിടക്കുന്ന പദ്ധതിയാണിത്. ഇന്നത് യാഥാർത്ഥ്യമാകുന്നത് മോദി സർക്കാരിന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ്. വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിന് അനുവദിച്ചു. കൊച്ചി മെട്രോയ്ക്കും വാട്ടർ മെട്രോയ്ക്കും കേന്ദ്രം വലിയ പിന്തുണ നൽകി. മോദി സർക്കാർ കേരളത്തിന് നൽകുന്ന അരിയും ഗോതമ്പും കിറ്റിലാക്കി കൊടുത്ത് പിണറായി വിജയന്റെ കിറ്റ് എന്ന് പേരിടുന്ന രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇവിടെ നടക്കുന്നത്. കേന്ദ്ര പദ്ധതികൾക്ക് കേരള സർക്കാരിന്റെ ലേബൽ അടിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന ഈ തന്ത്രം ഇനി അധിക കാലമൊന്നും നടക്കില്ല. പറവൂരിൽ വത്സല പ്രസന്നകുമാരി ജനവിധി തേടുമ്പോൾ അതൊരു വ്യക്തിയുടെ പോരാട്ടമല്ല, അത് അഴിമതിക്കെതിരെയുള്ള ഒരു ജനതയുടെ പോരാട്ടമാണ്. വി.ഡി. സതീശന്റെയും പിണറായി വിജയന്റെയും അവിശുദ്ധ കൂട്ടുകെട്ടിനെ തകർക്കാനുള്ള പോരാട്ടമാണ്. മുൻപ് കോൺഗ്രസിലായിരുന്ന വത്സല പ്രസന്നകുമാരി ആ പാർട്ടിയിലെ പ്രീണന രാഷ്ട്രീയത്തിലും അഴിമതിയിലും മനം മടുത്താണ് BJPയിലേക്ക് എത്തിയത്. അവർക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്, ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട്. UDFനായി വി.ഡി. സതീശനും LDFനായി E.T. ടൈസണും മത്സരിക്കുന്നു. ഇതിൽ ആര് ജയിച്ചാലും കേരളത്തിന്റെ അവസ്ഥ മാറില്ല. കാരണം ഇവർ ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. അഴിമതി നാണയം എന്ന് പറയാം. എന്നാൽ BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ അത് മോദി സർക്കാരിന്റെ വികസനം നേരിട്ട് നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തുന്നത് തുല്യമായിരിക്കും. പറവൂരിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അഴിമതിയുടെയും കൊള്ളയുടെയും രാഷ്ട്രീയത്തിൽ നിന്നും അവർക്ക് മോചനം വേണം. അത് BJPയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയുന്നുണ്ടോ? കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ വർദ്ധിക്കുന്നു. ഗുണ്ടാ വിളയാട്ടവും ലഹരി മാഫിയയും കേരളത്തെ വിഴുങ്ങുന്നു. പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ച് പിണറായി വിജയൻ സർക്കാർ നിയമവ്യവസ്ഥയെ തന്നെ തകർത്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾക്ക് എന്തും ചെയ്യാമെന്ന അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഇടപെടലുകൾ ഇവിടെ നിർണായകമാകുന്നത്. കേരളത്തിൽ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ കേന്ദ്രം എന്നും കൂടെയുണ്ട്. എന്നാൽ ഇവിടുത്തെ ഭരണകൂടം കേന്ദ്രത്തോടുള്ള വിരോധം കാരണം ജനങ്ങളുടെ സുരക്ഷ പോലും പണയപ്പെടുത്തുകയാണ്. നിങ്ങൾ തന്നെ കണ്ണു തുറന്നു നോക്കിയാൽ ഇതെല്ലാം കാണാൻ സാധിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.